പരാതിക്കാരൻ ഞങ്ങളാണ്. ഞങ്ങളോട് ചോദിക്കാതെ, ഞങ്ങൾ ഒരു വാദം എന്താണെന്ന് കേൾക്കാതെ എങ്ങനെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ആ റിപ്പോർട്ട് എങ്ങനെയാണ് മറ്റുള്ളവർ മുന്നിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് മനസാക്ഷിയില്ലാതെ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ പ്രാഥമിക ചികിത്സ എല്ലാം കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. ആദ്യം അകത്ത് കയറി 3 മിനിറ്റോളം വെറുതെ നിന്നു. ആകെ കൊടുത്തത് 1 മിനിറ്റ് താഴെ നെബുലൈസേഷൻ, അതും മരുന്നൊഴിക്കാതെ കൊടുത്തു. അതിൽ പകുതി മിനിറ്റ് മാത്രമേ ഓക്സിജന്റെ സംഭവം കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തത് വീൽ ചെയറിൽ കയറ്റി, പിന്നെ ആംബുലൻസിൽ കയറ്റി. ഇതിലെവിടെയാണ് പ്രാഥമിക ചികിത്സ? ഇതാണോ പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത്? അവിടെ ഈ റിപ്പോർട്ട് കൊടുത്ത സൂപ്രണ്ട് രമ എന്ന് പറയുന്ന മാഡവും അതുപോലെ അവിടെ നിന്നിരുന്ന എല്ലാവർക്കും എത്ര മിനിറ്റാണ് മൂക്കും വായും പൊത്തി പിടിച്ചിട്ട് എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റും? വെറും 2 മിനിറ്റാണ് ഞങ്ങൾ പുറത്തു നിന്നതെന്ന് പറയുന്നു. ഒരാളുടെ ജീവൻ പോകാൻ എത്ര സമയമാണ് വേണ്ടത്? ഈ പറയുന്നവർക്ക് മനുഷ്യത്വം ഇല്ലേ? അതാണ് മൃഗങ്ങളാണോ ഈ സംസാരിക്കുന്നതെന്ന് അറിയില്ല. ഈ 7 മിനിറ്റിനുള്ളിൽ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തത് 1 മിനിറ്റ് താഴെയുള്ള നെബുലൈസേഷൻ, അതും മരുന്നൊഴിക്കാതെ കൊടുത്തതാണ്. എന്നിട്ട് ഞാൻ പറയുവാണ് ബോധം പോയി ഒന്ന് CPR കൊടുക്കൂന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലും ആ ഡോക്ടർ ചെയ്യുന്നില്ല. പേഷ്യന്റിനെക്കാളും പാനിക്കാവുന്ന ഒരു ഡോക്ടറാണെങ്കിൽ എന്തിനാണ് അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടുന്നത്? അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തവരാണ്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ ഹൃദയം ശ്വാസം കിട്ടാതെ വരുന്ന ഒരാൾക്ക് ആദ്യം കൊടുക്കേണ്ടത്, അയാൾ ബോധം പോയി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ടത് CPR ആണെന്ന് അവർക്കറിയാം. അതുപോലും അറിയില്ല ഈ ഡോക്ടർക്ക്. ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള ഡോക്ടർ ആദ്യം ചോദിച്ചത് ആ ഹോസ്പിറ്റലിൽ നിന്ന് CPR കൊടുത്തിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് അവർ പുറത്ത് വന്ന് പറഞ്ഞു ഹൃദയം നിലച്ചതുപോലെയാണ്, മരിച്ചതുപോലെയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവാവിന് ശ്വാസമുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നു. ആ ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥ മൂലം ആ ഒരു ആള് മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സംസാരിക്കുന്ന വോയിസ് ആണ് നമ്മളിപ്പോ കേട്ടത്. ഇപ്പൊ ഈ ഒരു വിഷയത്തില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ മരണപ്പെട്ടു പോയ ആളുടെ ഭാര്യ അവര് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെ നഴ്സുമാരാണെങ്കിലും വേണ്ട രീതിയിൽ പരിശോധിച്ചിരുന്നില്ല. അങ്ങനെ പരിശോധിച്ച് വേണ്ട രീതിയിൽ മരുന്ന് ചെയ്തിരുന്നുവെങ്കിൽ ആ ഒരു മനുഷ്യൻ ഇന്ന് മരണപ്പെടില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തെറ്റും സംഭവിച്ചിട്ടില്ലെന്നാ പറയുന്നത്. സാധാരണക്കാരന്റെ ജീവൻ പോയാലും മരിച്ചാലും ഒന്നും ആരോഗ്യ വകുപ്പിന് എന്ത് ഒരു കുഴപ്പവും ഇല്ല.